ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ലോട്ടസ് മാലയാണ് കേട്ടോ. ഞാൻ മുന്നേ ഉണ്ടാക്കിയ ലോട്ടസ് മാലയല്ല, കുഞ്ഞ് ലോട്ടസ് ലോക്കറ്റുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മാല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് പറയണേ ലാസ്റ്റ്. ഞാനെന്താ ഈ ഒരു കുഞ്ഞു പെൻഡൻ്റാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ റെഡും ഉണ്ട്, അതുപോലെ തന്നെ മെറൂൺ കളറ് ലോട്ടസ് പെൻഡൻറ്റും കൂടി ഉണ്ട്. അതിൽ ഞാനിന്ന് മെറൂൺ കളർ ലോട്ടസ് പെൻഡൻ്റാണ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം മാല എങ്ങനെ വേണമെന്ന് ഡിസൈൻ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലോക്കറ്റും അതായത് പെൻഡൻസൊക്കെ വെച്ചിട്ട് സെൻറ്ററിലൊക്കെ വെച്ച് നോക്കി. ഒരു പ്ലെയിൻ ആയിട്ട് ലോട്ടസ് മാത്രമല്ലാതെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ലാസ്റ്റ് ഞാൻ ഈ ഒരു കുഞ്ഞൊരു മുത്തുപോലെയുള്ള ഒരു പെൻഡൻറ്റും അതുപോലെ ലോട്ടസിൻ്റെ പെൻഡൻറ്റും കൂടി ചേർത്താണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ചേർത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഇതിൻ്റെ ഡിസൈനൊക്കെ സെറ്റ് ചെയ്തു. സെൻറ്ററിൽ ഇങ്ങനെ ഓരോരോ പെൻഡൻറ്റും രണ്ട് സൈഡിലും ഓരോരോ മുത്ത് കൂടി ചേർത്ത് ഇൻവിസിബിൾ ചെയിനിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും 1 by 1 ആയിട്ട് കോർത്തെടുക്കണം. ഫസ്റ്റ് നമ്മുടെ ഗിയർ വയറിൻ്റെ ലെങ്ത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. ഒരു 45 സെൻറ്റിമീറ്ററാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയാനുള്ളത്. പക്ഷേ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് കുറക്കുക, ഒരു 35 സെൻറ്റിമീറ്ററൊക്കെ മതിയാകും. നിങ്ങൾക്ക് ചോദിക്കാം, കസ്റ്റമൈസേഷൻ എപ്പോഴും നല്ലതാണ് ഈ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റായിട്ട് ഈ ഒരു ലോട്ടസിൻ്റെ പെൻഡൻ്റാണ് ചേർത്തത്. അതിന് രണ്ട് സൈഡിലേക്കുമായിട്ട് ഓരോരോ ഗോൾഡൻ ബീഡ്സ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സെൻറ്ററിലത്തെ നമ്മുടെ ലോക്കറ്റ് അതായത് പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലേക്കും നമ്മൾ ആ ഓരോരോ മുത്ത്, കുഞ്ഞു മുത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് ചേർക്കുന്നതിന് മുന്നേ ഗിയർ ലോക്ക് ഇടണം. കാരണം നമുക്ക് സെൻറ്ററിൽ ആ ഒരു പോർഷൻ അവിടെ തന്നെ നിൽക്കണമല്ലോ, അതുകൊണ്ട് ലോക്ക് ഇടുന്നുണ്ട് രണ്ട് സൈഡിലേക്കും. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്ന കുഞ്ഞു പെൻഡൻറ്റിനും കൂടി ലോക്ക് വേണം. അതുകൊണ്ട് 2 ഗിയർ ലോക്ക് ഇതിനുള്ളിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും 2 വീതം ഗിയർ ലോക്ക് ഇടുന്നു. പിന്നെ നമ്മൾ ഈ അടുത്ത ഈ ഒരു കുഞ്ഞു മുത്തു പോലെയുള്ള പെൻഡൻറ്റ് കൂടി ഇതിലേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടും പെൻഡൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഇതുപോലെ പെൻഡൻസൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോഴാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. ഒരുപാട് ടൈം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ എൻ്റെ എല്ലാ ലോക്കറ്റും ഞാനിവിടെ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ലോട്ടസ് പെൻഡൻറ്റിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഓരോരോ ഗോൾഡൻ ബീഡ്സും, അത് കഴിഞ്ഞ് 2 ഗിയർ ലോക്ക്, പിന്നെ നമ്മുടെ ഏതാണോ മുത്ത്, അതായത് ആ ഒരു കുഞ്ഞു വട്ടത്തിലുള്ള ആ ഒരു സിൽവർ അല്ല, അത് ശരിക്കും സ്റ്റോണാണ്. സ്റ്റോണിലുള്ള വൈറ്റ് സ്റ്റോണിൻ്റെ ഉള്ളിൽ മെറൂൺ കളറ് സ്റ്റോൺ വരുന്നതാണ് അത്. പക്ഷേ ആ ഒരു സ്റ്റോണിന് ഞാൻ രണ്ട് സൈഡിലും ഗോൾഡൻ ബീഡ്സ് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മാല ഒന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോർക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഈ മാലയുടെ എൻഡിൽ കൊളുത്തുകൂടി ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡി എന്ന് പറയാൻ പറ്റില്ല, ഇത് ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒന്ന് ഡിസ്റ്റൻസിലാക്കിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പെൻഡൻസും തമ്മിൽ. അപ്പോൾ നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ലോട്ടസിൻ്റെ പെൻഡൻറ്റ് ഫസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ച് അങ്ങോട്ടേക്കോട്ട് മാറിപ്പോയി. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. ഇനി 2 ഗിയറിലേക്ക് സെയിം ദൂരത്തിൽ സെയിം ഒരു ഗ്യാപ്പിൽ തന്നെ 2 ഗിയർ ലോക്ക് ഞാൻ അവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം നമ്മുടെ ആ കുഞ്ഞു പെൻഡൻറ്റും കൂടി 2 സൈഡിലും ഗിയർ ലോക്ക് ഒന്ന് ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 3 പെൻഡൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 പെൻഡൻറ്റും കൂടി നമുക്കൊരു ഡിസ്റ്റൻസിൽ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം അതുകൂടി മെഷർമെൻറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇതിന് ഞാൻ 2 സൈഡിലും ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ലോട്ടസിൻ്റെ പെൻഡൻറ്റിൻ്റെ 2 സൈഡിലും ഓരോരോ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ 5 പെൻഡൻസ് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. കുറച്ചൊക്കെ നന്നായിട്ട് ഈ ഒരു ടൂൾസ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഈ മാല ഉണ്ടാക്കൽ കുറച്ചുകൂടി ഈസി ആവും. ടൈം കുറച്ചുകൂടി നമുക്ക് കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്